സോയാബീൻ ഉരുളങ്കിഴങ്ങും പൊരിച്ചെടുക്കുന്നത് എങ്ങനെ പറയാം. ഉരുളങ്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി മുറിച്ചെടുക്കുക. സോയാബീൻ ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചതച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ സോയാബീൻ ചുടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകി നല്ലപോലെ കഴുകി പീച്ചിയെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ചതച്ചത് നമ്മളിട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണ്, ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്തിരി കുരുമുളക്, ഇത്തിരി വലിയ ജീരകം, ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ ഒരു 3/4 ടീസ്പൂണ് ഇതെല്ലാം ചേർത്തിങ്ങാണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ അത് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചതിന് ശേഷം ഈ സോയാബീനിലിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു സോയാബീൻ പൊരി നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. അത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ല മറിച്ചിടാനൊന്നും പറ്റില്ല. മീനിൻ്റെ പോലെ നല്ല ടേസ്റ്റിയായ സോയാബീൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.